കാമാനുഭൂതി പരമലക്ഷ്യമായി പ്രഖ്യാപിച്ച ആസുരജനങ്ങൾ ആസക്തികളിൽ ബദ്ധരാണ്. ഏത് അന്യായമാർഗത്തിലൂടെയും സ്വാർത്ഥങ്ങളെ വേട്ടയാടി പിടിക്കുകയാണ് അവരുടെ ധനലോഭത്തിൻ്റെ നീതി. അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം എന്നിവ കാരണം അവർ അവരുടെയും അന്യരുടെയും ദേഹങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എന്നെ വിദ്വേഷിക്കുന്നു. നരകത്തിന് 3 വാതിലുകളാണ് ഉള്ളത്: കാമവും, ക്രോധവും, ലോഭവും. അതുകൊണ്ട് ഇവ 3ഉം ത്യജിക്കണം. ഇരുട്ടിൻ്റെ ഈ 3 വാതിലുകളിലൂടെയും ജീവിതത്തിലേക്ക് പ്രവേശിക്കാത്തവർ ആത്മാവിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച് പരമമായ ഗതി പ്രാപിക്കുന്നു. ധർമ്മശാസ്ത്രവിധി ലംഘിച്ച് ഇച്ഛാനുസാരം ജീവിക്കുന്നവൻ സിദ്ധിയും സുഖവും മോക്ഷവും നേടുകയില്ല. അതുകൊണ്ട് കർത്തവ്യ നിർണയത്തിൽ ധർമ്മശാസ്ത്രമാണ് പ്രമാണം. അതനുസരിച്ച് നീ കർമ്മം ചെയ്യണം. അപ്പോൾ അർജുനൻ ചോദിച്ചു, ശാസ്ത്രവിധികൾ ഒന്നും അറിയാതെ വെറും വിശ്വാസത്തെ ആശ്രയിച്ച് യജ്ഞം ചെയ്യുന്നവരെ ഏതു വിഭാഗത്തിലാണ് പെടുത്തുന്നത്? ദൈവീ സമ്പത്തിലോ ആസുരി സമ്പത്തിലോ? ശ്രീ ഭഗവാൻ അതിന് ഇപ്രകാരം മറുപടി പറഞ്ഞു: ജീവികൾക്ക് സ്വഭാവജമായ വിശ്വാസം, സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 വിധമാണ്. സത്വഗുണം ദേവന്മാരെ പൂജിക്കാൻ പ്രേരിപ്പിക്കുന്നു. രജോ ഗുണം യക്ഷന്മാരെയും രക്ഷസുകളെയും പൂജിക്കാൻ പ്രചോദിപ്പിക്കുന്നു. തമോ ഗുണപ്രധാനന്മാർ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും പൂജിക്കുന്നു. ശാസ്ത്രവിഹിതമല്ലാത്ത തപസ്സു ചെയ്ത് ശരീരത്തിലിരിക്കുന്ന എന്നെയും ഭൂതഗണങ്ങളെയും ക്ഷീണിപ്പിക്കുന്നവർ ആസുരബുദ്ധികളാണ്. ആഹാരവും യജ്ഞവും തപസ്സും ദാനവും സാത്വികം. രാജസം, താമസം എന്നത് 3 വിധത്തിലുണ്ട്. ജ്ഞാനികളുടെ ശാസ്ത്രോക്തമായ യജ്ഞവും ദാനവും തപസ്സും ഓം എന്ന ഉച്ചാരണത്തോടു കൂടിയാണ് അനുഷ്ഠിക്കുന്നത്. മോക്ഷം കാക്ഷിക്കുന്നവർ യജ്ഞദാന തപസ്സുകൾ പ്രയോജനം ഉദ്ദേശിക്കാതെ തത് എന്ന് ഉച്ചരിച്ചിട്ട് ചെയ്യുന്നു. സദ്ഭാവത്തിലും സാധുഭാവത്തിലും സത് എന്ന് പ്രയോഗിക്കുന്നു. പ്രശസ്തമായ കർമ്മങ്ങളിലും സത് അനുയോജ്യമാണ്. അശ്രദ്ധമായി നിർവഹിക്കുന്ന യജ്ഞവും ദാനവും തപസ്സും അസത്തെന്ന് പറയപ്പെടുന്നു. അത് ഇഹത്തിലും പരത്തിലും സുഖം നൽകുകയില്ല.